ഈ സ്ഥലം കണ്ടാൽ തിരുവനന്തപുരം നിവാസികൾക്കെല്ലാം അറിയാമെന്ന് കരുതുന്നു. എങ്കിലും അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടി പറയുന്നത് ഇത് ശംഖുമുഖം ബീച്ചാണ്. അങ്ങനെ ഞാൻ ഇന്ന് എത്തിയത് ശംഖുമുഖം ബീച്ചിൽ ഇവിടെ എത്തിയപ്പോൾ ഞാൻ കണ്ട കാഴ്ചകളെന്ന് വെച്ചാൽ വളരെ മനോഹരമായ ബീച്ചാണ്. ഈ ബീച്ചിന് സമീപത്താണ് നമ്മുടെ ഇൻ്റർനാഷണൽ എയർപോർട്ട്, തിരുവനന്തപുരം ഇൻ്റർനാഷണൽ എയർപോർട്ട് ഉള്ളത് ഈ ബീച്ചിനടുത്താണ്. അതുപോലെ തന്നെ ഇവിടെ ഇന്ത്യൻ വായുസേനയുടെ ആസ്ഥാനവും തൊട്ടടുത്താണ്. ബീച്ചിന് സമീപത്തായിട്ട് ഇന്ത്യൻ കോഫി ഹൗസ് സ്ഥിതി ചെയ്യുന്നത്. വൈകുന്നേരങ്ങളിൽ മാത്രമല്ല, ഏത് സമയത്ത് ഇവിടെ വന്നാലും ആഹാരം നമുക്ക് കഴിച്ചുകൊണ്ട് ബീച്ചിലെ കാഴ്ചകൾ കാണുവാൻ സാധിക്കും. ഞാൻ വന്ന സമയമെന്ന് വെച്ചാൽ ഈ ഓണാഘോഷം അനുബന്ധിച്ച് ഇവിടെ വലിയ തിരക്കാണ് കാണാൻ കഴിഞ്ഞത്. വളരെ മനോഹരമായ സൂര്യാസ്തമയത്തിൻ്റെ ദൃശ്യങ്ങളും എനിക്ക് ലഭിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ശംഖുമുഖം ബീച്ച് സൺസെറ്റിന് അനുയോജ്യമായ നല്ല ഇടമാണ്. അതുപോലെ തന്നെ തിരുവനന്തപുരം പട്ടണത്തിലുള്ളവർക്കെല്ലാം വളരെ അടുത്താണ് ശംഖുമുഖം എന്ന സ്ഥലം. തിരുവനന്തപുരം നിവാസികളെല്ലാം ബീച്ച് കൂടുതലായിട്ടും ആസ്വദിക്കുന്നത് ശംഖുമുഖം ആയിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഇവിടെ വലിയൊരു പാർക്ക് ഉണ്ട്. അതുപോലെ ആൾക്കാർക്ക് വിശ്രമിക്കുവാൻ വേണ്ടിയിട്ട് പണ്ടെന്തോ പണിതതായിട്ട് കരുതുന്ന ഒരു വിശ്രമ കേന്ദ്രം ഇവിടെ ഉണ്ട്. അതുപോലെ ബീച്ചിലോട്ട് നടന്നു പോകുന്ന വഴി നീളെ ഒരുപാട് കച്ചവട സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. കുട്ടികളെ ആകർഷിക്കുന്ന ടോയ്സും സ്നാക്സ് ഒക്കെ ലഭിക്കുന്ന ചെറിയ ചെറിയ കടകൾ ഇവിടെ ഉണ്ട്. വളരെ വലിയ സന്തോഷം നൽകുന്ന മറ്റൊരു കാഴ്ച കൂടെ ഇവിടെ ലഭിച്ചു. മനസ്സ് തളരാത്ത മാവേലി തമ്പുരാൻ നമ്മളെ കാണാൻ വേണ്ടിയിട്ട് ശംഖുമുഖം ബീച്ചിൽ എത്തി. അതുപോലെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഒട്ടനവധി ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട്.
അങ്ങനെ വൈകുന്നേരത്തെ അസ്തമയ ദൃശ്യവും കണ്ടാണ് ഞാൻ മടങ്ങിയത്. വളരെ അതിമനോഹരമായ ഒരു അസ്തമയ ദൃശ്യം എനിക്ക് ലഭിച്ചു. ഇവിടെ വരുവാൻ അനുയോജ്യമായ സമയമെന്നത് വൈകുന്നേരം എന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. വൈകുന്നേരമാകുമ്പോൾ അസ്തമയ ദൃശ്യവും വളരെയധികം വെയിലില്ലാതിരിക്കുകയും Mm-hmm.